കഴക്കൂട്ടം കൊലപാതകത്തിൽ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. സമൂഹത്തിൽ ഇരുത്തി ചിന്തിക്കുന്ന പ്രശ്നങ്ങളാണിതെല്ലാം. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല എന്ന രീതിയിലാണ് വരുന്നത്. ഈ കക്ഷിക്ക് മയക്കുമരുന്ന് ഉള്ള ഉപയോഗമില്ല എന്നാണ് പുതിയ കണ്ടെത്തൽ. രക്തസാമ്പിളിൽ നിന്ന് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. കുറച്ച് മദ്യമാണ് കഴിച്ചത്. പക്ഷേ ഇതൊന്നല്ല കാരണം എന്ന് മനസ്സിലാക്കുന്നു. കൊല നടത്താൻ കാരണം മാനസികമായിട്ട് വിഷമിപ്പിച്ചു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ കക്ഷിക്ക് കുറച്ച് രൂപ കടം ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നീ കാരണമാണ് കടായത് അങ്ങനെ പറയുമായിരുന്നു എന്നാണ് കേൾക്കുന്നത്. കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ ആ കക്ഷിക്ക് മനസ്സിൽ ഒരു വിദ്വേഷം ഉടലെടുത്തതായിരിക്കാം ഇങ്ങനെ കൊലപാതകത്തിന് കാരണം. അപ്പോൾ വീട്ടിലുള്ളവരും മറ്റേ അയൽപക്ക അങ്ങനത്തെ ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. ഒരാളെ കുത്തി നോവിക്കാതിരിക്കുക. അത് ചിലപ്പോൾ മാനസിക വൈകല്യത്തിന് കാരണമായിരിക്കാം, അവരെ ബുദ്ധിമുട്ടിക്കാൻ കാരണമായിരിക്കാം. നമ്മൾ ചിലപ്പോൾ ചില വാക്കുകളൊക്കെ ഇപ്പോൾ കല്യാണം നടന്നില്ലേ, അതുപോലെ എന്താ കല്യാണം നടക്കാങ്ങ്, എന്താ ജോലി കിട്ടാങ്ങ്, എപ്പോഴാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ചോദിക്കുമ്പോൾ ചില ആളുകളുടെ മനസ്സിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറകളോടൊക്കെ അങ്ങനത്തെ ചോദ്യങ്ങൾ അതുപോലെ കുറ്റപ്പെടുത്തി സംസാരിക്കാതിരിക്കുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സിന് പല പ്രശ്നങ്ങളും വൈകല്യങ്ങളും രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതായിരിക്കാം ഈ കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്. അപ്പം മാനസിക വൈകല്യം തുടക്കത്തിലേ കാണിക്കില്ല ചില വ്യക്തികൾ. ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവർക്കത് കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്. അപ്പോൾ ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ആൾക്ക് വളരെ മാനസിക വിഷമം ഉണ്ടാക്കും. അതിനാൽ പലരും അത് ശ്രദ്ധിക്കുക. അതായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇനിയും പോലീസ് അന്വേഷിച്ച് വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതിനാൽ ഇപ്പോഴത്തെ കുട്ടികളോട് വളരെ ശ്രദ്ധ പുലർത്തി വേണം എല്ലാവരും പെരുമാറാൻ.